രക്ഷയില്ല. രണ്ടുപേരും ഗംഭീരമായിട്ടുണ്ട്. കുറച്ച് കഥ നമുക്ക് ഇതിന്റെ ടീസർ ലോഞ്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ക്യാരക്ടർ നിങ്ങൾക്ക് തിയേറ്ററിൽ വിട്ടിട്ട് പോരാൻ പറ്റില്ല. അത് ഭയങ്കര വിനായകൻ ചേട്ടനൂടെയും മത്സരിച്ച് അഭിനയിച്ചേക്കാണ്. ആരാണ് ബെറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് ഏറ്റവും വലിയ ഉദാഹരണം ഇതിനകത്തൂടെ കാണിച്ചിരുന്നു. ഇവിടെ സൗന്ദര്യവൽക്കരിച്ചു കൊണ്ടുപോകുന്ന കുറേ ആൾക്കാർ എന്താണ് നമ്മുടെ സ്വന്തം പുരുഷനെയൊക്കെ വഞ്ചിച്ചുകൊണ്ട് പോകുന്ന സ്ത്രീകളുമില്ലേ, ഇവരെല്ലാം വന്നിരുന്ന ഈ സിനിമ കാണുക. എന്നിട്ട് എന്താണ് ഇവർക്ക് സംഭവിച്ചിട്ടുള്ളതെന്നുണ്ട് ഇത് കണ്ടതിന് ശേഷം വരുന്ന ആലോചിക്കുക, അയ്യോ ഇങ്ങനെയാണല്ലോ ഞാൻ പറ്റിക്കപ്പെട്ടത്. ഇത് തന്നെയാണ് സിനിമ. സിനിമയിലൂടെ നമുക്കൊരു കാര്യം അവതരിപ്പിക്കാൻ പറ്റും. നമുക്കൊരു സ്ത്രീയോട് നേരിട്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സ്ത്രീ ഒരു സിനിമ എടുത്ത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീകൾക്ക് മനസ്സിലായി ഇനിയെങ്കിലും ദുരനുഭവങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക. ഇതിൻ്റെ സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, ഇതിൻ്റെ BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം വെച്ചും സൈക്കോ. മമ്മൂക്ക ഒരു സൈക്കോയാണ്, പിന്നെ ഒരു വില്ലനാണ്, ഒരു നായകനാണ്. വിനായകൻ ഒരു വില്ലനാണ്, ഒരു നായകനാണ്. എന്തുകൊണ്ടും മികച്ച ഒരു സിനിമ എടുത്ത ഈ ജിതിൻ എന്ന് പറഞ്ഞ ഡയറക്ടർ നമുക്ക് ആദ്യമായിട്ട് എടുത്താണ്ട് ഒരിക്കലും തോന്നില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത്ര ബ്രില്യൻ്റായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മളൊരു സിനിമ തിയേറ്ററിൽ വന്ന് കാണുന്നില്ല, നമുക്ക് കുറച്ച് എൻ്റർടൈൻ ചെയ്യും. നമ്മൾ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ നമുക്ക് അസ്വസ്ഥമായിട്ടുള്ള സീനുകൾ വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോകും. ഇത് അങ്ങനെയൊന്നുമില്ല. നമ്മൾ അവിടെ ഇരുന്ന 2.5 മണിക്കൂർ തികഞ്ഞ വിശ്വാസത്തോടു കൂടിയിരുന്ന് നമ്മൾ എന്ത് നടക്കും ആ ഒരു ക്യൂരിയോസിറ്റി വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നൊരു സിനിമയാണ്. എന്തുകൊണ്ടും മികച്ച ഒരു സിനിമയാണ്. എന്തായാലും മമ്മൂക്കയുടെ കരിയറിലെ 100 കോടി ആദ്യത്തെ പടം എനിക്ക് തോന്നുന്നു ഈ പടം ആകാനാണ് സാധ്യത. ഇതിൽ പ്രായമൊന്നുമില്ല, എല്ലാവർക്കും കാണാം. അനാവശ്യമായിട്ട് ബൾഗറടിച്ച് അങ്ങനെയുള്ള സീനുകളെ ഇതിനകത്തില്ല. പക്ഷെ എന്നാൽ സൈക്കോയാണ്. എങ്ങനെയാണ് സൈക്കോ മേക്ക് ചെയ്യണത്, അത് എന്താണ് നമ്മൾ സിനിമ ഒന്ന് കാണുന്നത്. ധൈര്യമായിട്ട് കുടുംബസമേതം വന്നിരുന്ന് കാണാം. എങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പടം ചെയ്യുന്നത്. അത്ര നന്നാണ്. സ്ലോ ആയിട്ട് ലാസ്റ്റിൽ ഭയങ്കര പവർഫുൾ രണ്ടുപേരുടെ പെർഫോമൻസ് കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങിയ ഒരു മൊമെൻ്റാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബാക്കി ആൾക്കാരും തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അഭിപ്രായം പറയാനും. വിനായകനെ കട്ടയ്ക്കായിരുന്നു. കട്ടിക്കായിരുന്നു. നിങ്ങൾ കണ്ടില്ല? അതൊക്കെ കണ്ട് മനസ്സിലാവും. ഭയങ്കര രസമായിരുന്നു പെർഫോമൻസ്. എന്ന് വെച്ചാൽ പേഴ്സണലി എൻ്റെ 2 ഫേവറേറ്റ് ആക്ടേഴ്സാണ്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ ലെവലപ്പായി കാണുമ്പോഴത്തേക്കിന് ഭയങ്കര സന്തോഷം. നായകൻ വിനായകനാണോ നോക്കാണോ? അല്ല, സ്ക്രിപ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ, ക്യാരക്ടർ വൈസ് പറയുകയാണെങ്കിൽ വിനായകൻ ചേട്ടനാണ്. ബട്ട് പെർഫോമൻസ് വൈസ് മമ്മൂക്കയുടെ ഒരു വില്ലൻ ക്യാരക്ടർ അല്ലേ, വളരെ സട്ടിലായിട്ടാണ് ക്രുവലിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു സട്ടിൽ എക്സ്പ്രഷൻസ് ആണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ദേഷ്യം വരും ആ ക്യാരക്ടറിനോട്. ആൻഡ് മമ്മൂക്ക ഇതിൻ്റെ ടീസർ ലോഞ്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ക്യാരക്ടർ നിങ്ങൾക്ക് തിയേറ്ററിൽ വിട്ടിട്ട് പോരാൻ പറ്റില്ല എന്ന്. അത് ഭയങ്കര സത്യമായിട്ട് തോന്നി. കാരണം ഇപ്പോഴും ആ ക്യാരക്ടറിൻ്റെ അടുത്തുള്ള ദേഷ്യം നമ്മുടെ മനസ്സിലുണ്ട്, അത് ഇരുന്നിട്ടില്ല. അങ്ങനത്തെ കാരണം അത്ര സട്ടിലായിട്ടാണ് ആ ക്രുവലിറ്റി കാണിക്കുന്നത്. അപ്പം അത്രയും നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ദേഷ്യം തോന്നും ആ ക്യാരക്ടറിൻ്റെ അടുത്ത്. ഭയങ്കര നന്നായിരുന്നു എക്സ്പീരിയൻസ്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. വിനായകൻ സർ അടിപൊളിയായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന അതായിരുന്നു. ആ പോലീസ് ഓഫീസറുടെ ക്യാരക്ടറിന് ഒരു ഡിഫറെൻറ്റ് ബോഡി ലാംഗ്വേജ് തന്നെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ ബാക്കിയുള്ള സിനിമകളെ പോലെ അല്ല. ആളുടെ ബോഡി ലാംഗ്വേജ് തന്നെ വ്യത്യാസം, ആളുടെ ഡയലോഗ് ഡെലിവറി വ്യത്യാസം, ഒരു ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് അവരുടെ കോമ്പിനേഷനും നന്നായി വർക്കായി ഇതിനകത്ത്. ഭയങ്കര നല്ലതായിട്ട് നമ്മൾ എൻഗ്രോസ്ഡ് ആയി പോകും സിനിമയിനകത്ത്. ആളുകൾ നല്ല എക്സ്പീരിയൻസ്. ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്യും, മെഡിറ്റ് ചെയ്യുമ്പോൾ അതാണല്ലോ ഇതൊക്കെ ചെയ്യും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. രക്ഷയില്ല. രണ്ടുപേരും ആരാണ് വില്ലൻ, ആരാണ് ഹീറോ, അങ്ങനത്തെ നിൽക്കുന്നത്. അതിൻ്റെ ഒരു കോമ്പിനേഷൻ എല്ലാം മെഡിറ്റ് ചെയ്യുമ്പോൾ തന്നെയായിരുന്നു. രണ്ടുപേരും ആരാണ് അതിൻ്റെ ഒരു ക്ലാരിറ്റി കറക്റ്റായിരിക്കണമല്ലോ. നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. രണ്ടുപേരും പെർഫോമൻസ് ഓറിയൻറ്റഡ്സ് ആണ്. താങ്ക് യു. ടൈറ്റ് കോമ്പറ്റീഷൻ between both actors. ഓരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച്, ബട്ട് ഡെഫിനറ്റ്ലി യെസ്, ദിസ് ക്യാരക്ടർ വിൽ ലീവ് എ മാർക്ക് ഓൺ ദി ഓഡിയൻസ്. അടിപൊളി. ഇനി എല്ലാവരും കാണുക തിയേറ്ററിൽ. നിങ്ങളുടെ എല്ലാവരും അതെ ഞാൻ അതിനകത്തൊരു സൈബർ സെൽ ഓഫീസർ താങ്ക് യു സോ മച്ച്. വിനായകൻ ചേട്ടനൂടെയും മത്സരിച്ച് അഭിനയിച്ചേക്കാണ്. ആരാണ് ബെറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് ലാസ്റ്റത്തെ വിനായകൻ ചേട്ടൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, ആളെ കൂട്ടി പിടിച്ചു. അത് വേറെ ലെവല്. അതെന്തായാലും ഒന്ന് ഒതുങ്ങി കഴിഞ്ഞിട്ട് ഞാൻ തന്നെ സ്ക്രീനിൽ കൊണ്ടുവരും. എൻ്റെ പേര് ജിൽജിൽ എന്നാണ്. ഞാൻ ചെറിയൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. സൗദിയിലായിരുന്നു, ഇപ്പോൾ നാട്ടിലുണ്ട്.
അപ്പോൾ എല്ലാവരും പൊളിക്കാം, പടമൊക്കെ കണ്ട് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ആളെ കൂട്ടം അഭിനയിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യത്തിൽ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എല്ലാം ഫുൾ സപ്പോർട്ടായിരുന്നു. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം. അടിപൊളിയായിട്ട് തിയേറ്ററിൽ വന്ന് കാണാം. ഞങ്ങളുടെ രണ്ടുപേരും അഭിനയം വിലയിരുത്താം. അപ്പോൾ അത് ഇത്രയും പറയാനുള്ളൂ. താങ്ക് യു. എൻ്റെ പേരെന്താ? ഇങ്ങനത്തെ ഒരു എടുക്കണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു റോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് അത്രയും പെർഫെക്റ്റ് ആയിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അത് 100% വിനായകനാണോ? അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ വിനായകനെക്കാട്ടി വലിയൊരു ആക്ടറാണ് മമ്മൂട്ടി. പക്ഷേ ഇതിലൊരു ഇത് വെച്ചിട്ട് വിനായകൻ്റെ റോൾ വിനായകൻ സൂപ്പറായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ റോൾ മമ്മൂട്ടി സൂപ്പറായി ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൽ എടുത്തു പറയത്തക്ക പെർഫോമൻസ് ഒന്നുമില്ല. രണ്ടുപേരും എന്ന് പറഞ്ഞാൽ എടുത്തു പറയത്തക്ക ഒരേ ലെവൽ പെർഫോമൻസ് ആണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല. വൈഫായിട്ട് അഭിനയിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഓഡിയൻസിൻ്റെ ഇടയിലുള്ള റെസ്പോൺസ് നമ്മൾ അന്നേരം അറിയാണല്ലോ. അപ്പം അതിൻ്റെ ഒരു ത്രില്ലിങ് ഭയങ്കര രസമുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടുവന്നപ്പോൾ അറിയാം, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ത്രില്ലിങ് മൂവി, രക്ഷയില്ല. ഡയറക്ഷൻ, അതിൻ്റെ തിരക്കഥ എല്ലാം ത്രില്ലിങ്. മമ്മൂക്കയുടെ പെർഫോമൻസ് പറയണോ? ഓരോ സീനിലും നമ്മൾ ത്രില്ലടിച്ചിട്ട് അത് അങ്ങനെയാണോ, ഇതെന്താ ഇങ്ങനെ, ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. ഒപ്പം തന്നെ വിനായകൻ എല്ലാ വർക്കും, എഡിറ്റിങ്ങും മ്യൂസിക്കും എല്ലാം ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു. ഐ എം സോ ഹാപ്പി. ഇതിൽ അഭിനയിച്ച ഓരോ സ്ത്രീ കഥാപാത്രങ്ങളും അവരുടെ കഥാപാത്രങ്ങളിൽ നിന്ന് ഒട്ടും വിട്ടു നിൽക്കാതെ കറക്റ്റ് എല്ലാത്തിനോടും നീതി പുലർത്തി ഭയങ്കര രസമായിട്ടായിരുന്നു. എല്ലാ ടൈപ്പ് ഓഡിയൻസിനും കണ്ടിരിക്കാൻ പറ്റുമോ? എല്ലാ ടൈപ്പ് ഓഡിയൻസിനും അങ്ങനെ ഒരു വൽഗാരിറ്റി ഒരു കാര്യങ്ങളും ഇല്ലാതെ എല്ലാ ടൈപ്പ് ഓഡിയൻസിനും കാണാൻ പറ്റുന്ന ഒരു ഗുഡ് മൂവിയാണ്. താങ്ക്സ്. കാണാത്തൊരു രീതിയിലായതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ പുതുമ. മാത്രമല്ല നമ്മൾ മമ്മൂക്ക ആയാലും ജിതിനായാലും സ്ക്രീൻ പ്ലേ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ്. മമ്മൂക്കയും വിനായകൻ ചേട്ടനും ക്യാരക്ടർ അവർ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മൾ കണ്ടിട്ടില്ല ഇവർ രണ്ടുപേരും ഇങ്ങനെ പെർഫോം ചെയ്തത്. എസ്പെഷ്യലി മമ്മൂക്ക. വിനായകൻ ചേട്ടനായാലും വിനായകൻ ചേട്ടൻ ഇങ്ങനെ അഭിനയിക്കുന്നു. വേറൊരു നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് അവരിങ്ങനെ ഓരോ ഇതെന്താ ഇത് നമ്മൾ കാണാത്ത രീതിയിലാണ് അവർ. നമുക്ക് ആ ഒരു പുതുമയുണ്ട്. അത് ആ സിനിമയുടെ അപ്രോച്ചിലായാലും ആ പുതുമയുണ്ട്. അതുകൊണ്ട് പ്ലീസ് ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. അത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയായിരിക്കും. ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് വ്യത്യസ്തമായിട്ടുള്ള ഇത്. നമുക്ക് വില്ലൻ ആരാണെന്ന് അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞത് വില്ലൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ കഥ എവിടെ കൊണ്ട് അവസാനിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ഈ എന്താണ് സൈക്കോ എന്ന് പറഞ്ഞ പോലെ ഗംഭീരമായിട്ടുണ്ട്. കുറച്ച് കഥ, അതെ ഒരു അതാണല്ലോ ഈ കൊലപാതകങ്ങൾ ചെയ്യണതും അതൊരു പ്രത്യേക. ഇതുപോലെ കുറേ നമ്മുടെ കേരളത്തിൽ ഇതുപോലെ കുറേ കേസുകളുണ്ട് ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന അവസ്ഥയാണ്. പിന്നെ അത് തുടങ്ങണം എവിടെയുള്ളത് കൊണ്ട് നിർത്താൻ പറ്റും. ഇതിൽ കുറേ അതിന് പോയിന്റ് പറയും. അതേപോലെ നടക്കുന്നത് നമ്മൾ സിനിമയിലും കാണുന്നത്. എന്താ സുന്ദരനല്ലാത്തൊരു പോലീസ് ഓഫീസർ എന്ന് പറയും. കാരണം അങ്ങനെയാണ് നിർദ്ദേശിച്ചത്. കാരണം എന്തോരം പോലീസ് കഥാപാത്രങ്ങൾ മലയാളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് വിനായകൻ പോലീസ് ഓഫീസർ എന്തോ 100 കോടിയെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ പ്രേക്ഷകർ ഓരോരുത്തരും ഇഷ്ടപ്പെട്ടിട്ടില്ല. 100 കോടിയൊക്കെ നമ്മൾ പറയണത് നമുക്ക് നല്ലൊരു ചിത്രം സമ്മാനിക്കും. മമ്മൂക്ക കമ്പനിയുടെ എനിക്ക് നേടാൻ നല്ലൊരു ചിത്രം മലയാളികൾക്ക് സമ്മാനിക്കും. മലയാളികൾക്കെന്നല്ല സിനിമാ മേഖലക്ക് സമ്മാനിച്ചെന്നാണ് പറയുന്നത്. മമ്മൂക്കയുടെ ഇത്ര പ്രായത്തിൽ കാര്യത്തിൽ പിന്നെ ഒരുപാട് പേരറിയാൻ പാടാത്ത കുറേ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. നല്ല പെർഫോമൻസൊക്കെ അത് ഈ മമ്മൂക്കയായിട്ട് അവർക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയെന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ 21 നായികമാരെന്നാണ് കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിങ്ങിൽ മമ്മൂക്ക വന്ന ഒരു സീൻ കണ്ടത് ഞാൻ വീഡിയോയിൽ. പെർഫോമൻസ് ഉണ്ട്. കാരണം വിനായകൻ്റെ ജയിലർ, അതുപോലെ നമ്മളെ എന്താ പറയുക ചോട്ടപ്പമ്മയുടെ പോലെ ഒന്നല്ല വെറൈറ്റി. ഇപ്പോൾ നമ്മൾ നന്ദലത്തെ പെണ്ണിൻ്റെ കൂടി ഒരു പോലീസ് സ്റ്റേഷൻ ചെയ്ത വിനായകൻ അതൊന്നല്ല, അതൊക്കെ നേരെ. പക്ഷേ ഇതൊരു മമ്മൂക്കി വിനായകൻ്റെ വെറൈറ്റി കിടുപടം. ഇപ്രാവശ്യം ഇത് തൂക്കും, എന്തായാലും മോശം വരില്ല. കൺകൾക്ക് അങ്ങനെയല്ല. പിന്നെ കൊലപാതകം ഇത് അതിൻ്റെ ഒരു വെറൈറ്റി കൂടി പല്ലാടും ചെയ്യേണ്ടത് നമുക്ക് പോലീസുകാർ ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നല്ല. ഇത് ഈ പ്രാവശ്യം നമുക്ക് വില്ലൻ കൊണ്ടയ പറയാനില്ല. എന്തായാലും ഇത് ഇപ്രാവശ്യം കിടക്കും.